ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു റൈസാണ് കേട്ടോ. വളരെ സിമ്പിൾ അത് ഉണ്ടാക്കാൻ, ഭയങ്കര ടേസ്റ്റും ഇത് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച അരി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് അരി വെച്ചിട്ടാണ് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. അപ്പോൾ സാധാരണ റേഷനരി വെച്ചാണ് റേഷനരിൻ്റെ പച്ചരി വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരി കഴുകിയതൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി അടിയിലൊന്ന് പിടിക്കാതെ വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അരി നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. ഇനി നല്ല വേവില്ല അരിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ നല്ലൊന്ന് വെന്തിക്കണം നമ്മൾ അരിയൊക്കെ. അപ്പോൾ ഇതേപോലെ പിടിക്കുമ്പോൾ നല്ലോണം ഒന്ന് പൊട്ടുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആവുമല്ലോ. സാധാരണ ചോറൊക്കെ വേവണ അളവ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ സമയമാകുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നല്ലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ട്, അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഷേപ്പ് ആക്കിക്കണത്. നിങ്ങൾക്ക് ഏത് മോഡൽ വേണമെങ്കിലും മുറിച്ചിട്ട് അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കുമ്പോൾ വെണ്ടയ്ക്കൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ട് നമുക്ക് വെണ്ടയ്ക്കയിൽ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെണ്ടയ്ക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം ഉപ്പ് പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വെണ്ടയ്ക്ക നല്ലോണം വയന്ന് വേവണ സമയമാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റിയൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ പച്ചക്കളറൊക്കെ ഒന്ന് മങ്ങി നല്ലോണം സൈഡ് ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിക്കണം. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുക. ഇനി ഫുള്ളായിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. ഇനി ചെറിയ ചട്ടിയിലാണ് നിങ്ങൾ വെണ്ടയ്ക്ക മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ ചട്ടി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ അതിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് നൈസായിട്ട് അരിഞ്ഞ് സവോളയൊന്ന് ചേർത്ത് കൊടുക്കുക. സവോള ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. നമ്മൾ ആദ്യം ഇട്ട ഗരം മസാലപ്പൊടി കുറച്ച് കുറഞ്ഞു പോയി, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടതാണ്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടി കുറച്ച് മുളകും പൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളകും പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. സാധാരണ മുളകും പൊടിയാണെങ്കിൽ കുറച്ച് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തീ കുറച്ച് വെച്ചതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റി വെച്ചില്ലേ വെണ്ടയ്ക്ക, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കുറച്ചതിന് ശേഷം നമ്മൾ ചെറിയ തീ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിന് ആ ഗരം മസാല അതേപോലെ മുളകും പൊടിയൊക്കെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ചേരാനും വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഈ ടൊമാറ്റോ സോസിൻ്റെ പകരം നിങ്ങൾക്ക് തക്കാളി അരച്ചത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സോസ് ഒഴിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. മസാലയ്ക്കൊക്കെ സോസുകളൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച അരിയില്ലേ അത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് ഫുള്ളായിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഉടയാതെ ഇതേപോലെ തന്നെ മെല്ലെ മെല്ലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ വെണ്ടയ്ക്ക് അതേപോലെ മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് ആവണ രീതിയിൽ ചോറൊന്നും ഉടയാതെ നല്ല മെല്ലെ ആയിട്ട് തന്നെ ഇളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ കറി വേറെയും ചോറ് വേറെയും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആവുകയും ചെയ്യും, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്തിരിക്കണേ. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി വെണ്ടക്ക റൈസ് ഇവിടെ റെഡി ആയി കേട്ടോ. ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ.